ഇംഗ്ലീഷ് സിനിമകളെ കോപ്പിയടിച്ച് പടം ഇറങ്ങുന്നത് ഇവിടെ അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ പല സിനിമകളെയും ഇതര ഭാഷ സിനിമകളുടെ റീമേക്ക് ആണെന്നും പറഞ്ഞ് നമ്മൾ തന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ 2010 പുറത്തിറങ്ങിയ എന്തിരൻ എന്ന സിനിമയുടെ വമ്പൻ വിജയം കാരണം മാത്രം അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു അടിപൊളി സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒപ്റ്റിമസ് പ്രൈമിന് ബംബിൾ ബീയിലുണ്ടായ ഐറ്റം പേര് കുട്ടിപ്പിശാച്ച്. പേര് പോലെ തന്നെയാണ് പടത്തിന്റെ നിലവാരവും. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോയിലിംഗ് കണ്ടിരിക്കാൻ പറ്റൂട്ടോ. അങ്ങനെ ഇതേപോലെ കാഴ്ചക്കാരെ കൊല്ലാക്കൊല്ല ചെയ്യിപ്പിച്ച സിനിമകളെ പറ്റി ചർച്ച ചെയ്യാനുള്ള എന്റെ പുതിയ സീരീസിന് ഞാൻ നൽകിയിരിക്കുന്ന പേരാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്താണ് ഈ സിനിമയുടെ തുടക്കം. ഇത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉള്ള ബ്രിട്ടീഷുകാരെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാകില്ല. ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. 24 hours swimming. She is not a godly woman. She must be a sexy woman. ഇവിടെ പണിക്ക് വരുന്ന ബംഗാളികൾ വരെ ഇതിലും സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കൂല ചേട്ടാ. ഇങ്ങേര് ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിക്കണായിരിക്കും. അങ്ങനെ പാതിരാത്രി ആയപ്പോൾ ഈ ഇംഗ്ലീഷ് ഏമാന് കിണത്തടിക്കാളിയെ കാണണമെന്നൊരാഗ്രഹം. കിണത്തടിക്കാളിയാണ് ആ നാടിന്റെ കാവൽ ദൈവം. പുള്ളിക്കാരി എപ്പോഴും അവിടെയുള്ള ഒരു പൊട്ടക്കിണറ്റിന്റെ അടിയിലായിരിക്കും താമസം. പക്ഷെ ഏമാൻ ചെന്ന് എത്ര വിളിച്ചിട്ടും കിണത്തടിക്കാളി പ്രത്യക്ഷപ്പെട്ടില്ല. സഹി കേട്ടിട്ട് അങ്ങേര് കിണറ്റിലേക്ക് തുപ്പി കഴിഞ്ഞപ്പോഴാണ് കിണത്തടിക്കാളി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങേര് ഊട്ടി ചോദിച്ചു മേടിച്ചു. 200 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കഥ തുടങ്ങുകയാണ്. അന്നേരം ഒരു ചപ്രാച്ചി കാറാണ് കാണിക്കുന്നത്. ആ കാറിനാണെങ്കിൽ ഒടുക്കത്ത് ദാഹവും. പക്ഷെ ചങ്ങലക്കിട്ട് വെച്ചേക്കണോണ്ട് ആ കാറിന് ഒറ്റയ്ക്ക് പോയി വെള്ളം കുടിക്കാനും പറ്റില്ല. പിന്നെ ഒരു ഹാർബറിൽ 2-3 പേരെ കാണിക്കുന്നു. ഇത് നമ്മുടെ റിയാസ് ഖാൻ അല്ലേ? ഇങ്ങേരെന്താ ഇവിടെ? പെട്ടെന്ന് അവിടെ എത്തി നമ്മുടെ ലോ ബഡ്ജറ്റ് ബംബിൾ ബീ. പിന്നീട് അങ്ങോട്ട് മോളിവുഡ് ബോളിവുഡ് എന്നല്ല ഹോളിവുഡ് വരെ വരച്ചു പോകുന്ന രീതിയിലുള്ള VFX വർക്കായിരുന്നു. എന്റെ പൊന്ന് ഡയറക്ടറാണ് ഏതായാലും കോപ്പി അടിക്കാൻ തീരുമാനിച്ചു. എങ്കിൽ ആ സാധനത്തെ നല്ല രീതിയിലെങ്കിലും ഡിസൈൻ ചെയ്യത്തില്ലായിരുന്നോ? ഇതിലും ഭേദം ഞങ്ങളുടെ കണ്ണൻ റോബോട്ടാണ്. എന്തോന്നട ഇത്? ബംബിൾ ബീനെ സർക്കസിൽ ചേർത്തോ? ഈ കുഞ്ഞു കൊച്ചാണ് കേട്ടോ പടത്തിലെ മെയിൻ കഥാപാത്രം. അതെ അതെ, கூட ஒரு தோணியை கூட்டிட்டு போவாங்க. அம்மா ஐரூட்டம்மா சரிதானே? கூட ஒரு தோணியை கூட்டிட்டு போவாங்க. அம்மா ஐரூட்டம்மா சரிதானே? 2-3 ദിവസങ്ങളായിട്ട് ഈ കൊച്ചിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുള്ളതായി അവരുടെ വീട്ടുകാർ കണ്ടുപിടിച്ചു. അന്നേരമാണ് ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ആവുന്നത്. അല്പം ബുദ്ധിസ്വാധീനം കുറവുള്ള ആളുകളെ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മെന്റലാണെങ്കിലോ ദാ ഇങ്ങനെ ചിലതൊക്കെ ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം. இந்த கார் மேல உனக்கு அபரிவிதமான பிரியம் எனக்கு தெரியும். அதுக்காக ஹாட் வாட்டர்ல குளிப்பாடுறது டூ மச்சோ தெரியுமச்சோ சாமி. ராத்திரி ஃபுல்லா ஒரே மழை. பச்சை தண்ணிய தொட்டாலே ஐஸ் வாட்டர் தொட்டாப்ல இருக்கு. ஐஸ் வாட்டர் குடிக்கலாம். குளிக்க முடியுமோ? ஜன்னி வந்துரு சாமி. அது மனுஷருக்கு ஓகே. இது ஜட்டம். காருக்கு ஹாட் வாட்டருக்கும் கோல்ட் வாட்டருக்கும் வித்தியாசம் தெரியுமா? மூள கோளாறு உள்ளவ ലൂസ് പോയാ. ഒരു ദിവസം തന്റെ തങ്കച്ചിക്ക് വേണ്ടി അണ്ണൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ടുവരും. അന്നേരം തങ്കച്ചി പറയും എനിക്ക് ഈ ബിരിയാണി വേണ്ടെന്ന എന്ന്. അതെന്താ കാരണമെന്ന് അണ്ണൻ ചോദിച്ചപ്പോൾ തങ്കച്ചി ഇങ്ങനൊരു ത്യാഗത്തിന്റെ കഥ പറയും. ஏண்டா சரிடா, நீ ரத்தம் கொடுக்கணும்ல, அது கறிமீன் தான் நிறைய தின்னணும்ல, நீ ஏன் பிரியாணி வேணாம்ங்கற? என்னன்னா நீ அது ஐயரோட்டமா? உடம்புல சுத்தமான ரத்தம் ஓடுது. அது உடம்புல ஏன் ரத்தம் போய் சேர போதில்ல? நான் பாட்டு கவுச்சி ஏத்துன்னு ரத்தத்தை கழிச்சாக்கினா அது பாவம் இல்ல. அதான் இனிமே கறிமீனை தொடறது இல்லன்னு முடிவு பண்ணிக்கிறேன். ഇതൊക്കെയാണ് ത്യാഗം. അല്ല അപ്പൊ നോൺ വെജ് കഴിക്കുന്നവരുടെ എല്ലാം രക്തം അശുദ്ധമാണെന്നാണോ ഈ തങ്കച്ചി പറഞ്ഞു വരുന്നത്? നീ കൊള്ളാമല്ലോടി പെണ്ണേ.
തങ്കച്ചി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള മറുപടി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വായി കൊള്ളാത്തൊരു പാട്ടൊക്കെ വരുന്നുണ്ട്. ഇത് വല്ല നോർത്ത് ഇന്ത്യൻ വെഡിങ് ഷൂട്ടാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് അണ്ണൻ തങ്കച്ചി പാസത്തിന്റെ പാട്ടാണ്. 50 കിലോ തങ്കണ്ടായ തങ്കച്ചി കൊണ്ട് പോടേ. നമ്മുടെ റിയാസ് ഖാനും കൂട്ടുകാരും ഒരു പാതാള ഗുഹയ്ക്കകത്തിരുന്ന് വൈബ് ചെയ്യുകയാണ്. പുറമേന്ന് കാണുമ്പോൾ കൊട്ടാരവും അകത്ത് കയറി നോക്കുമ്പോൾ വവ്വാലുകൾ വരെ അപ്പിയിട്ട് വയ്ക്കുന്ന ഒരു ഗുഹയുമുള്ള ഒരു പ്രത്യേക തരം കൊട്ടാരമാണ് കേട്ടോ ഇത്. சின்ன வேலை இருந்தது அதான் அப்படியே முடிச்சுட்டு மட்டி ஏப்பா நம்மளே கஞ்சி கூட வழி இல்லாம இருக்கோம் இதெல்லாம் நமக்கு எதுக்குப்பா അവങ്ങൾക്ക് കൊട്ടാരത്തിന്റെ അകം സെറ്റ് ഇടാൻ ബഡ്ജറ്റ് തികഞ്ഞില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും കൊട്ടാരത്തിന്റെ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് അവിടെ മായാവി എന്നും പറഞ്ഞൊരുത്തം വന്നു. റിയാസ് ഖാന്റെ പഴയ ദോസ്താണ്. ഇങ്ങേർക്ക് പല മായജാല വിദ്യകളും അറിയാട്ടോ. ചുട്ട കോഴിയെ പറപ്പിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങേർക്ക് അത് നേരെ തിരിച്ചു ചെയ്താണ് ശീലം. ഇങ്ങേരിതൊക്കെ പഠിച്ചത് കേരളത്തിലെ ഒരു നമ്പൂതിരിയുടെ പക്കൽ നിന്നുമാണെന്നൊക്കെയാ പറയുന്നത്. ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇങ്ങേർക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കണമെങ്കിൽ ഒരു പെണ്ണിനെ ബലി കൊടുക്കണമെന്ന് തന്റെ ഗുരു പറഞ്ഞിട്ടുണ്ടത്രേ. അതുകൊണ്ട് തന്നെ ഒരു കന്നിപ്പെണ്ണിനെ തപ്പി ഇറങ്ങിയതാണ് ഇയാള്. വലിയ മന്ത്രമൊക്കെ അറിയാവുന്ന ആളല്ലേ. എന്നാ പിന്നെ ഒരു കന്നിപ്പെണ്ണിനെ മന്ത്രം ഉപയോഗിച്ച് ഇവിടെ വരുത്തിക്കൂടെ? ഓ അത് പറ്റില്ല അല്ലെ. പുള്ളിക്ക് വേണ്ടി റിയാസ് ഖാൻ ചെന്ന് തന്റെ ചേച്ചിയുടെ മകളായ ഈ മണ്ടി തങ്കച്ചിയെ വിളിച്ചോണ്ട് വരും. തങ്കച്ചിയെ നോക്കി ഇയാള് കുറെ കോപ്രായങ്ങളൊക്കെ കാണിക്കും. இந்த கண்ணையெல்லாம் பார்த்து சொல்ல முடியாதுடா மண்ணள்ளி தான் போடலாம் போடா. ഇതിനിടയ്ക്ക് തങ്കച്ചിയെ തപ്പി അണ്ണൻ അവിടെ എത്തും. അണ്ണനും വില്ലന്മാരും തമ്മിൽ ഒരു ഉഗ്രൻ ഫൈറ്റ് പ്രതീക്ഷിച്ചിരുന്ന നമ്മൾക്ക് ഞെട്ടിപ്പിക്കുന്ന മറുപടിയായിരുന്നു അണ്ണൻ നൽകിയത്. മണ്ടൻ തീയിലേക്ക് എന്ന് എടുത്തിയാടും. അങ്ങനെ തങ്കച്ചിയുടെ പ്രേതം ഈ കൊച്ചിന്റെ ശരീരത്തിലും അണ്ണന്റെ പ്രേതം ആ കാറിനുള്ളിലും കയറിപ്പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കാർ റോബോട്ടായി വന്ന് തന്റെ മരണത്തിന് കാരണമായ ഓരോരുത്തരെയും തേടി കണ്ടുപിടിച്ച് കൊല്ലുകയാണ് അണ്ണനും തങ്കച്ചിയും. അങ്ങനെ അണ്ണനും തങ്കച്ചിയും റോബോട്ടും വില്ലന്മാർക്കും ഇടയിൽ ഈ പീക്കിരി കൊച്ചിന്റെ ഒടുക്കത്തെ വെറുപ്പീരും. റിയാസ് ഖാനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷിക്കാനായി തന്റെ കേരള ഫ്രണ്ട് എത്തുകയാണ്. അതും മുക്കാബുല സോങ്ങിലെ പ്രഭുദേവയുടെ വേഷത്തിൽ. പിന്നെ അങ്ങോട്ട് മുട്ടൻ കോമഡിയാണ്. ഇങ്ങനെ ഒരു റോബോട്ടായിട്ട് അങ്ങോട്ട് മാറും. അതിനിടയ്ക്ക് ഒരു അപരാധിച്ച പാട്ടും. ഈ പാട്ടും ഇതിലെ വിഷ്വൽസും ഒക്കെ കാണുമ്പോഴാണ് വെറും 5 ലക്ഷം രൂപയ്ക്ക് ഇതേ സംഭവം ചെയ്തു വയ്ക്കുന്ന മറ്റൊരാളെ നമുക്ക് ഓർമ്മ വരുന്നത്. പിന്നെയാണ് നേപ്പാളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പുത്തൻ മന്ത്രവാദിയെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങേര് പണ്ട് ബാലഭൂമിയിലെ മാജിക് മാലി എന്ന പല പരിപാടികളും ചെയ്തു കാണിക്കും. കുള്ളമണി ഗുരുദേവ ഉങ്ക കുടുകുടുപ്പ സത്തത്തോட ശക്തിയെ കാട്ടുங்க. പിന്നെ ഒരു വലിയ പാമ്പ് വരും. എന്നിട്ട് എന്തൊക്കെയോ കാണിക്കും. റിയാസ് ഖാനെ കൊല്ലാൻ വേണ്ടി തന്നെ പ്രത്യേകം നമ്മുടെ രാജമാതയും പ്രത്യക്ഷപ്പെടും. പിന്നെ അവസാനം എല്ലാവരും കൊന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അവരാധിച്ച പാട്ടോടുകൂടി ഈ പടം അവസാനിക്കുകയാണ്. No comment. Simply wait. All right. You're all right.